വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിൽ ആം ആദ്മി പാർട്ടി ഒരുപടി മുന്നിലെത്തി എന്ന് നിസ്സംശയം പറയേണ്ടി വരും. ഏറ്റവും ഒടുവിൽ ഹരിയാന സർക്കാർ യമുന നദിയിൽ വിഷം കലർത്തിയെന്ന മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ ആരോപണം അത്തരത്തിൽ ഒന്നാണ്. അതിനെതിരെ വിമർശനങ്ങൾ ശക്തമാകുന്നൊരു സാഹചര്യം. തെളിവുകൾ ഇന്ന് രാവിലെ 11 മണിക്ക് മുമ്പ് ഹാജരാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമയവും നൽകിയിട്ടുണ്ടല്ലേ? അനു, ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചരണം അടുത്ത മാസം 3-ന്, അതായത് കേവലം 4 ദിവസങ്ങൾക്കപ്പുറം അവസാനിക്കാനിരിക്കെ തെരഞ്ഞെടുപ്പ് പ്രചരണം കത്തിക്കേറുമ്പോഴാണ് വലിയ വിവാദ പ്രസ്താവന ഡൽഹി മുൻ മുഖ്യമന്ത്രിയും AAPയുടെ ദേശീയ കൺവീനറുമായ അരവിന്ദ് കെജ്രിവാളിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. യമുന നദിയിൽ, ഡൽഹിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജലസ്രോതസ്സായ യമുന നദിയിൽ അയൽ സംസ്ഥാനമായ ഹരിയാനയിലെ BJP സർക്കാർ വിഷം കലർത്തിക്കൊണ്ട് രാജ്യതലസ്ഥാനത്ത് വലിയ കൂട്ടക്കുരുതിക്ക് ഹരിയാനയിലെ സർക്കാർ ശ്രമിക്കുന്നു എന്ന വൻ വിവാദമാകുന്ന പ്രസ്താവനയാണ് കെജ്രിവാൾ നടത്തിയത്. ഇതിനെതിരെ ഹരിയാന സർക്കാരും അതോടൊപ്പം തന്നെ BJPയും പൊതുസമൂഹവും രംഗത്തെത്തി. ഇതിന് തെളിവുകൾ അടിയന്തരമായി ഹാജരാക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചതാണ് അരവിന്ദ് കെജ്രിവാളിന് വലിയ തിരിച്ചടിയായത്. ആദ്യം അരവിന്ദ് കെജ്രിവാൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ മറുപടിയിൽ വ്യക്തമാക്കിയത് അമോണിയത്തിന്റെ അളവ് ഈ യമുന നദിയിൽ കൂടി എന്നതാണ് താൻ ഉദ്ദേശിച്ചത് എന്ന ഒരു ഒഴുക്കൻ മട്ടിലുള്ള മറുപടി നൽകിക്കൊണ്ട് പ്രശ്നത്തിൽ നിന്നും തടി തപ്പാൻ അരവിന്ദ് കെജ്രിവാൾ ശ്രമിച്ചു. എന്നാൽ വീണ്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയക്കുകയും ഇത്തരമൊരു മറുപടിയല്ല, മറിച്ച് വിഷം കലർത്തിയെങ്കിൽ അത് എപ്പോൾ, എവിടെ വെച്ച്, എങ്ങനെ കലർത്തി എന്നതാണ് താങ്കൾ ഉദ്ദേശിച്ചത് എന്നത് സംബന്ധിച്ചുള്ള വിശദീകരണം വ്യക്തമായ ഭാഷയിൽ വേണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടതാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കും വലിയ തിരിച്ചടിയായിരിക്കുന്നത്. ഇന്നിപ്പോൾ 11 മണി വരെയാണ് മറുപടി നൽകുവാനുള്ള സമയം അരവിന്ദ് കെജ്രിവാൾ അനുവദിച്ചിരിക്കുന്നത്. ഇതിനകം വ്യക്തമായ മറുപടി നൽകിയില്ലെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുണ്ട്. അനു, ശരി ഗൗതം.